രണ്ട് സുഹൃത്തുക്കൾ ഒരുമിച്ച് ഒരു സംരംഭം തുടങ്ങുന്നു, അത് വിജയിക്കുന്നു, അവരെ നമ്മുടെ ചാനൽ പരിചയപ്പെടുത്തുന്നു. നമുക്കറിയാലോ, ഈ ഭക്ഷണം ഇഷ്ടമില്ലാത്തവരാരും ഉണ്ടാവില്ല. പ്രത്യേകിച്ചും നമ്മൾ ആ യാത്രക്കിടയിൽ നല്ല വിശപ്പുണ്ടാവുമ്പോൾ നമ്മളെ വീട്ടിൽ നമ്മുടെ ഉമ്മമാർ, നമ്മുടെ താത്തമാർ അല്ലെങ്കിൽ നമ്മുടെ അനിയത്തിമാരൊക്കെ തരുന്ന ഭക്ഷണം അവരുടെ അടുക്കളയിൽ അവരുടെ കൈപുണ്യം നമുക്ക് ആസ്വദിക്കാൻ അല്ലെങ്കിൽ നമുക്ക് കിട്ടുകയാണെങ്കിൽ അത് വേറൊരു ലെവലായിരിക്കും. അങ്ങനെ ഇവർ കഴിക്കുന്ന ഭക്ഷണം ഒരു പൊതിച്ചോറായി മറ്റുള്ളവർക്ക് നൽകി അല്ലെങ്കിൽ ഒരു സംരംഭമായി വളർന്നുകൊണ്ടിരിക്കുന്ന രണ്ടാളുകളെ പട്ടാമ്പിയിൽ വന്ന് പരിചയപ്പെടുത്തുന്നു. ഞാനും ഷാവുൽ മാഷും ഉണ്ട്. ഞങ്ങൾ ആക്ച്വലി ഇതറിഞ്ഞ് പിന്നെ നിങ്ങളെ പരിചയപ്പെടുത്തണം. അപ്പം ഇവിടുത്തെ ഭക്ഷണം ഉണ്ടല്ലോ, ഇവരുടെ കൈപുണ്യം ഒന്ന് അറിയണം. ഇന്ന് ശരിക്കും പൊതിച്ചോറുമായിട്ട് പോകേണ്ട ഞങ്ങൾ ഇവിടെ നിന്ന് തന്നെയാണ് ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ ആക്ച്വലി ഞാൻ ഇതിലേക്ക് വരാം. ഹായ്, എന്താ പേരെന്താ? ഹസീന. നിങ്ങളുടെ പേര്? മിസ്രി. പിന്നെ എന്താണ് എന്താണ് നിങ്ങൾ തമ്മിൽ എന്താ ബന്ധം? എന്താണ്? നെയ്ബേഴ്സാണ്. എന്താണ് ഇവിടെ എന്താ കൊടുക്കുന്നത്? മെയിനായിട്ട് പൊതിച്ചോറ് എന്നുള്ളൊരു ഒരു കൺസെപ്റ്റ് ആണുള്ളത്. ആ പൊതിച്ചോറിൽ എന്തൊക്കെയുണ്ട്? അതിൽ ഉപ്പേരി, പിന്നെ രണ്ടു തരം ഉപ്പേരി ആദ്യം ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവർക്കും പപ്പടം വേണമെന്ന് പറഞ്ഞു, പിന്നെ അത് ഒന്ന് കട്ട് ചെയ്തിട്ട് അതിൽ പപ്പടമാക്കി മാറ്റി. പിന്നെ എന്തൊക്കെയുണ്ട്? പിന്നെ ചമ്മന്തി, അച്ചാറ്, മുളക്, അങ്ങനെയുള്ള ഉണക്കമുളക്, കൊണ്ടാട്ടമുളക്, ചമ്മന്തി, അച്ചാറ്, ഇതൊക്കെ തന്നെ. ആളുകൾ നിങ്ങളെ ഭക്ഷണം കഴിച്ചിട്ട് എന്താ പറയണത്? എല്ലാരും ഇപ്പൊ നല്ല അഭിപ്രായം വീണ്ടും ഓർഡർ വരാൻ തുടങ്ങി. കഴിച്ചവര് പിന്നെ വാങ്ങിക്കും. പിന്നെ എങ്ങനെ ഇത് കുറച്ച് റിസ്ക് ആണല്ലോ, ഏത് ചെറിയൊരു കാര്യമല്ല. പക്ഷെ എങ്ങനെ ഇതിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ പല ബിസിനസ് അല്ലെങ്കിൽ അങ്ങനെ ചർച്ച ഉണ്ടായിരുന്നോ? എങ്ങനെ ഇതിലേക്ക് എത്തി? എങ്ങനെ ഈ ഐഡിയ? അതാണ് പ്രേക്ഷകർക്കാരുണ്ട്. എൻ്റെ ഒരുപാട് പ്രേക്ഷകർക്ക്, പ്രത്യേകിച്ച് നിങ്ങളെപ്പോലെയുള്ള വീട്ടമ്മമാർക്ക് ഒരുപാട് സംഗതി തുടങ്ങണം എന്നുണ്ട്. പക്ഷേ കുറേ വിജയിച്ച ആളുകളെ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പം നിങ്ങളെ പരിചയപ്പെടുത്തുന്നു. എങ്ങനെ ഇതിലേക്ക് എത്തിയൊന്ന് പറഞ്ഞുതരാമോ? ഇതിന്റെ ഇതിന് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉണ്ടാക്കാൻ. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ പറയും, വിചാരിക്കലുണ്ട് എപ്പോഴും, പിന്നെ ഇങ്ങനെ എന്തെങ്കിലും തുടങ്ങണം എന്നുള്ളത്. അപ്പൊ ഇനി നമുക്ക് അറിയണ ഒരു ഫീൽഡ് ഇതാണ്. ഓക്കെ, ഇതിപ്പോ നിങ്ങളെ വീട്ടിൽ നിന്നാണ്? നിങ്ങളെ വീടാണ്? ഞങ്ങളെ വീടാണ്. പക്ഷെ ഞങ്ങൾ രണ്ടാളും കൂടിയിട്ടാണ് ബാക്കിലേക്ക് കിച്ചണൊക്കെ സെറ്റപ്പ് ആക്കിയിട്ട് തുടങ്ങുക. അവരെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ്. ഇവരെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ് അല്ലേ? വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ഭർത്താവ്, 3 മക്കള്. വീട്ടുകാരുടെ സപ്പോർട്ടൊക്കെ എങ്ങനെയുണ്ട്? പിന്നെ സപ്പോർട്ട് ഉണ്ട്. ആണ്, കുഴപ്പമില്ല. ഓക്കെ, എപ്പോഴും ഇതിന്റെ അപ്പൊ വീട്ടിലത്തെ കാര്യം നോക്കണം, ഭക്ഷണം ഉണ്ടാക്കണം, ആളുകള് പിന്നെ എങ്ങനെ എല്ലാം കൂടെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോവാ? കുട്ടികളൊക്കെ പിന്നെ കാലത്ത് പഠിക്കാൻ പോണവരാണല്ലോ ഒക്കെ. അപ്പൊ പിന്നെ നമ്മള് ഫ്രീ ആണല്ലോ, അപ്പോൾക്ക് എല്ലാ ഇതും കഴിയുമല്ലോ. പർച്ചേസിംഗ് ഒക്കെ ആരാ? ഞാനും ഹസ്ബൻഡും പോയിട്ടാണ്. നിങ്ങളുടെ ഹസ്ബൻഡിന്റെ കൂടെ പോകും? ഞാൻ ഇവിടെ ഉണ്ടാവുമ്പോ ഞങ്ങൾ രണ്ടാളും പോകും. അങ്ങനെ ചെയ്യും. അതില് ഇതൊന്നുമില്ല. പിന്നെ നിങ്ങളെ കൈ കൊണ്ട് തന്നെ ഉണ്ടാക്കണത് എന്താ? ബീഫ് ഭയങ്കര ടേസ്റ്റ്. ഞാൻ കഴിച്ചു. പിന്നെ കൂട്ടാനൊക്കെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കണം. എന്താണ് അത്? പാചകത്തിൽ പഠിച്ചതാണോ? പഠിച്ചത് നല്ല പാചകം പഠിച്ചിട്ടുണ്ടോ? വീട്ടിലുണ്ടാക്കണ പോലെ ഉണ്ടാക്കിയത് തന്നെയാണ്. ഓക്കെ, അത് കൊടുക്കാന്നുള്ളതന്നെ. ഇതിൽ വേറെ ഇൻഗ്രീഡിയൻസ്, കെമിക്കൽ ഒന്നുമില്ല. ഞങ്ങൾക്ക് അറിയില്ല അങ്ങനെ കൂടുതലായിട്ട് എന്തൊക്കെയാന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ല. അതാണ് പറഞ്ഞത്. പക്ഷെ ഈ ടേസ്റ്റ് ഒന്നും നിലനിർത്തണം കേട്ടോ. ഇപ്പൊ എവിടെയൊക്കെ കൊടുക്കുന്നുണ്ട്? ഇത് ഏതാ സ്പോട്ട്? ഏതാ? ഇത് പട്ടാമ്പി പുതിയ ഗേറ്റ്. അപ്പൊ നിങ്ങളെ ഭക്ഷണം കിട്ടണം എന്നുണ്ടെങ്കിൽ എന്റെ വീഡിയോ പല നാട്ടിലും കാണാറുണ്ട്. അവർക്ക് കിട്ടണമെങ്കിൽ എന്താ ചെയ്യാ? അതിന് നമ്പർ ഉണ്ടോ? നമ്പർ ഇതൊക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങള് പിന്നെ കുറെ സ്ഥലത്ത് കൊടുക്കണമെങ്കിൽ കുറെ ഓർഡറുകൾ വന്നാലാണ് നമുക്കൊരു, അല്ലെങ്കിൽ നമുക്ക് നഷ്ടമല്ല. അല്ലെങ്കിൽ ഇതിൽ പോകുന്ന ആളുകളാണെങ്കിൽ അതെന്തായാലും കിട്ടും. നമ്പർ കൊടുത്തൂടെ? നമ്പർ ഉണ്ട്, നമ്പർ കൊടുക്കുക. അല്ലെങ്കിൽ ഏതാ സ്പോട്ട് എന്ന് പറഞ്ഞു കൊടുക്കി. മേലെ പട്ടാമ്പി പുതിയ ഗേറ്റിന്റെ അവിടുന്ന് എന്താ ചോദിക്കണേ? എന്താ ഫേമിന്റെ പേരെന്താ? മിസ്രിയാസ് ഫുഡ് ആണ്. ഓക്കെ, മിസ്രീസ് ഫുഡ് ആണ്. ഓക്കെ, ആരിട്ട പേരാ? അത് ഇവരുടെ പേരാണ് മിസ്രി. ഇവിടെ ലൈസൻസ് ഉണ്ട്. ലൈസൻസ് ഹോൾഡർ ആണ്. ആരെ വിതരണം? പട്ടാമ്പി ടൗണിലൊക്കെ ഇപ്പൊ നിങ്ങളെ ഓഫീസിൽ ഞാൻ വന്നപ്പോഴേ, ഷാവുൽ മാഷ് വന്നപ്പോ ഏതൊക്കെ ഓഫീസുകൾക്ക് സംവിധാനങ്ങളൊക്കെ നിങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതെന്താ? അപ്പൊ അവിടെ അതൊക്കെ ഇത് കണ്ടിട്ടാണ്, പിന്നെ ബോർഡ് കണ്ടിട്ടും നമ്പർ. ഓക്കെ, അവര് ഫുഡ് ഞങ്ങളിന്ന് സ്ഥിരം വാങ്ങിക്കുന്ന ആൾക്കാരാണ്. അവർക്ക് എത്തിച്ചു കൊടുക്കും. ഇപ്പൊ കുറച്ച് കൂടുതൽ വന്നപ്പോ ഇപ്പൊ ഓട്ടോറിക്ഷയിൽ ഞങ്ങള് കൊടുത്തയക്കലായി. ഒരു പയ്യുണ്ട് ഡെലിവറിക്ക്. അതും ഇല്ലെങ്കിൽ ആരാ പോവാ? നിങ്ങൾ പോവും, ബൈക്ക് പോവാ. അതാണ് പറഞ്ഞത്. ഇത് ഇപ്പൊ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ലൈഫിൽ എന്ത് മാറ്റാണ് ഫീൽ ചെയ്യുന്നത്? ഒരു ബിസിനസ് തുടങ്ങിയപ്പോ എന്ത് ഫീലാ വരുന്നത്? വെറുതെ ഇരിക്കണെങ്കിൽ എന്താണ്? ഒരുപാട് വിജയങ്ങൾ ഉണ്ടാവട്ടെ. എന്നിട്ട് പിന്നെ വെറുതെ ഇരിക്കണെങ്കിൽ എന്താ സംഭവിക്കും? അതെ, കൊറേ ഫോണിൽ കളിച്ചിട്ടും കൊറേ നമ്മള് ഉറങ്ങിയിട്ടൊന്നും കാര്യമില്ലല്ലോ. അപ്പൊ അത് കാരണത്തിലേക്ക് ഇറങ്ങിയിട്ടാണല്ലേ. ഭാവിയിൽ വലിയൊരു സംവിധാനമായിട്ട് മാറട്ടെ. ഇനി എന്താണ് ഭാവിയിലെ നിങ്ങളെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്?
ഞങ്ങള് വിജയിച്ചു കഴിഞ്ഞാല് പണിക്ക് വേറെ ആളെ വെച്ചിട്ട് അവർക്കും കൂടി ജോലി കൊടുക്കാന്നുള്ള മനസ്സിൽ ആഗ്രഹമുണ്ട്. ആഗ്രഹമുണ്ട് അല്ലേ? സാലറി കൊടുക്കുക. അത് കച്ചവടക്കാർക്ക് കിട്ടുന്ന ഗവൺമെന്റ് ജോലിക്കാർക്ക് ഒരാൾക്ക് മാത്രമേ പറ്റുള്ളൂ, വേറെ ജോലിയൊന്നും കൊടുക്കാൻ പറ്റില്ല, ഒരാൾ മാത്രമേ ഉള്ളൂ. പക്ഷെ ഒരു കച്ചവടത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അങ്ങനത്തെ വലിയൊരു പുണ്യം വേറെ സ്ത്രീകൾക്ക് ഈ നാട്ടിലെ ഫുഡ് തന്നെ ഏറ്റവും വലിയൊരു പുണ്യമുള്ള കാര്യമല്ലേ. സാർ എന്ത് തോന്നുന്നു? അടിപൊളി. പൊതിച്ചോറ് തുറക്കുമ്പോൾ തന്നെ എല്ലാം മിക്സ് ചെയ്തിട്ടുള്ള ഒരു സ്മെല്ല് വരാണ്ട്. പിന്നെ അത് ശരിക്കും നമുക്ക് കിട്ടി നാച്ചുറലായിട്ട് നല്ല വീട്ടിൽ നിന്ന് ഉണ്ടാക്കി ഒരു കടയിൽ നിന്ന് കഴിക്കുന്ന ഫീലൊന്നുമല്ല, ഒരു വീട്ടിൽ നിന്ന് ഒരു നമ്മൾ സ്കൂൾക്കൊക്കെ പൊതിഞ്ഞു കൊണ്ടുപോകില്ലേ ആ ഒരു ഫീല്. ഇപ്പോൾ പിന്നെ ഒരു ചെറിയ സംവിധാനത്തിൽ അല്ലേ ഓടിക്കൊണ്ടിരിക്കുന്നു. എന്നാലും തിരക്കാണ് കേട്ടോ. അൽഹംദുലില്ലാ, ഞാൻ ശ്രദ്ധിച്ചത് നല്ല തിരക്കാണ്. അൽഹംദുലില്ലാ, ഇവർ സപ്പോർട്ടിനുണ്ട്. ഇനി ഒരുപാട് പേർക്ക് ആവട്ടെ. അടുത്ത കൊല്ലം ഇൻഷാ അല്ലാഹ് ഒരു വർഷം കഴിയുമ്പോഴേക്ക് വലിയ സംവിധാനമായിട്ട് ഇനിയും മാറണം. ഈ ടേസ്റ്റ് നിലനിർത്തണം എന്നുള്ള റിക്വസ്റ്റ് മാത്രമേ ഉള്ളൂ. ഇതിൽ എന്തൊക്കെയാണ് സംഭവം എന്നുള്ളത് നോക്കാം നമുക്ക്. എന്തായാലും റെഗുലറായിട്ട് പിന്നെ അതിൻ്റെ കൂട്ടാനുകളൊക്കെ ഉണ്ടാവും. ചില ദിവസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ മാറ്റം ഉണ്ടെങ്കിലും ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ക്വാണ്ടിറ്റി ഒരുപാടുണ്ട് കേട്ടോ സംഗതി. മീനുണ്ട്, പപ്പടം, പിന്നെ ഓരോന്നൊക്കെ ഓർഡർ ചെയ്യല്ലേ, ഓരോന്ന് ഓംലെറ്റ് ഉണ്ട് ഇതിൽ നമ്മൾ ആവശ്യപ്പെട്ട സാധനങ്ങൾ. പിന്നെ ഇതാ ബീഫ് അടിപൊളി കേട്ടോ. ചമ്മന്തി ഉണ്ട്, ഉപ്പേരി, കറി, 2 ഐറ്റം കറികൾ. അവനവൻ്റെ വീട്ടിൽ നിന്ന് എങ്ങനെയാണോ അതിലപ്പുറത്തേക്ക് നല്ല ഡെലീഷ്യസ് ആയിട്ട് ടേസ്റ്റായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. നോക്കുക, ഇത് ഇവരുടെ ഒരു സംരംഭം തുടങ്ങുക, അത് വിജയിപ്പിക്കുക ചെറിയ കാര്യമല്ല. ബിസ്മില്ലാ, അടിപൊളി. സെക്കൻഡ് പറയൂ. നല്ല ഹോംലി ഫുഡ്. നമ്മളൊരു ശരിക്കുള്ള പൊതിച്ചോറ് കഴിക്കുന്ന ആ ഒരു ഫീൽ നമുക്ക് കഴിക്കാം.